പ്രതിരോധ രംഗത്ത് സൈന്യത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി പുതിയൊരു ചുവടുവയ്പ് കൂടെ നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. 16 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ സേനയുടെ ഭാഗമായി എത്തിയിരിക്കുന്നു. ബോയിങ് കമ്പനിയുമായുള്ള കരാറിൻ്റെ ഭാഗമായി ആദ്യ 3 ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചത്. പ്രതിരോധ രംഗത്തെ നാഴികക്കല്ലാണ് AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററിൻ്റെ വരവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിലേക്കാണ് US സൈനിക കാർഗോ വിമാനത്തിൽ ഹെലികോപ്റ്ററുകൾ എത്തിച്ചത്. 6 AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കായാണ് ഇന്ത്യ ബോയിങ് കമ്പനിയുമായി കരാർ ഒപ്പിട്ടത്. 2020-ൽ 4100 കോടി രൂപയ്ക്കാണ് ഇന്ത്യ 6 ഹെലികോപ്റ്ററുകൾക്ക് ഓർഡർ നൽകിയത്. ബാക്കി 3 ഹെലികോപ്റ്ററുകൾ ഈ വർഷം അവസാനത്തോടെ എത്തുമെന്നാണ് പ്രതീക്ഷ. 2023 ഓഗസ്റ്റിലാണ് US-ലെ അരിസോണയിലെ മേസ കേന്ദ്രത്തിൽ ഇന്ത്യൻ സൈന്യത്തിനായി ബോയിങ് കമ്പനി അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. 2020-ൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 22 R മോഡൽ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ബോയിങ് കൈമാറിയിരുന്നു. ഇതിനു പിന്നാലെയാണ് 6 AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കുള്ള ഓർഡർ കൂടി നൽകിയത്. പുതുതായി എത്തിയ AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ പാക് അതിർത്തിയിൽ വിന്യസിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. നിലവിലുള്ള വ്യോമസേനയുടെ 22 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്ക് പുറമെയാണ് സൈന്യത്തിൻ്റെ AH-64E ഹെലികോപ്റ്ററുകൾ കൂടി ഈ മേഖലയിൽ വിന്യസിക്കുന്നത്. ഇതോടെ പാക് അതിർത്തിയിൽ സൈന്യത്തിൻ്റെ കരുത്ത് ഇരട്ടിയാകും. ലോകത്തിലെ ഏറ്റവും നൂതനവും കഴിവ് തെളിയിച്ചതുമായ ആക്രമണ ഹെലികോപ്റ്റർ എന്നാണ് ബോയിങ് കമ്പനി തന്നെ AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകളെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ഹെലികോപ്റ്ററുകൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ നട്ടെല്ലാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. 2800 അടിയിൽ കൂടുതൽ ഉയരത്തിൽ പറക്കാൻ AH-64E ഹെലികോപ്റ്ററുകൾക്ക് സാധിക്കും. US സൈന്യത്തിനും മറ്റു രാജ്യങ്ങൾക്കുമായി 2700-ലധികം AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇതുവരെ ബോയിങ് കമ്പനി നിർമ്മിച്ചിട്ടുണ്ട്. AH-64E ഹെലികോപ്റ്ററുകൾ സ്വന്തമായുള്ള മറ്റു രാജ്യങ്ങളാണ് ഈജിപ്ത്, ഗ്രീസ്, ഇന്തോനേഷ്യ, ഇസ്രായേൽ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, കുവൈറ്റ്, നെതർലാൻഡ്, ഖത്തർ, സൗദി അറേബ്യ, സിംഗപ്പൂർ, UAE, UK തുടങ്ങിയവ.